ഇടവപ്പാതി ഇടമുറിയാതെ പെയ്യുന്നുണ്ട്. വല്ലപ്പോഴും കിട്ടിയ ഒരു തോർച്ചയിൽ പ്രഭാത വാർത്തകൾക്കും ചായയ്ക്കുമായി ഒരു ഇടനേരം. ഇനിയും യാത്രയേറെയുണ്ട്. പിറവന്തൂർ പിന്നിട്ടതേയുള്ളൂ. ഇനി കലഞ്ഞൂർ, പിന്നീട് അതിരുങ്കലേക്ക്. പാതയുടെ ഇരുവശത്തുമായി റബ്ബർ മരങ്ങൾ കുടവിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുതന്നെയാവണം ഈ ഭൂമിയുടെ മനോഹാരിത. ചിരിച്ചൊഴുകുന്ന കല്ലടയാറിൻ്റെ ശീൽക്കാരം വല്ലപ്പോഴുമൊക്കെ കേൾക്കാം. അതിരുങ്കലെത്തിയാൽ പിന്നെ സൂകരവൃന്ദമാണ്. ഒന്നും രണ്ടുമല്ല, 100ഓളം വരും സംഖ്യ. ലോകമെമ്പാടും വിശിഷ്ട ഭോജ്യം എന്നറിയപ്പെടുന്ന ഭക്ഷ്യയോഗ്യമായ നല്ല ഇറച്ചി നമുക്ക് സമ്മാനിക്കുന്ന പന്നികളുടെ സാമ്രാജ്യം, അവരുടെ ലോകം, ഒപ്പം ഒരു കർഷകയുടെ സ്വയം പ്രയത്നം. ആ കാഴ്ചകളിലേക്ക് ഇനിയും ദൂരമേറെയുണ്ട്. ഇടവമെത്തിയെങ്കിലും മലയോര മേഖലയിലെ മൂടൽമഞ്ഞ് മാറിയിട്ടില്ല. കൊല്ലത്തിന്റെ അതിർത്തികൾ പ്രശാന്ത സുന്ദരമാണ്. അതിപ്രഭാതങ്ങളിൽ വേണം ആ ഭംഗി കാണാൻ. പാടവും പുഴയും മരങ്ങളും മാനവുമൊക്കെ ചേർന്ന ആ ഭംഗി ആസ്വദിച്ചു നിന്നുപോകും. പുഴവക്കിലെ മരങ്ങൾ ഹരിതകൂടാരം പോലെയാണ്. മഞ്ഞ് അതിൽ തൂങ്ങി ഉറങ്ങി നിൽക്കും. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമൊക്കെ ജീവന്റെ ചൈതന്യം കോരിക്കുടിക്കുവാൻ എല്ലാം നൽകി പ്രകൃതിയുണ്ട്. ലാസവിലാസവതിയായ പ്രകൃതിയുടെ ലയതാള ഭംഗികൾ ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അതിരുങ്കലിൽ ഷാൻഡി വില്ലയിൽ വിശാലമായ കൂടാരമാണ് പന്നിക്കുട്ടന്മാർക്കായി കുഞ്ഞമ്മ തീർത്തത്. ഹോളോ ബ്രിക്സിനാൽ അതിർത്തി തീർത്ത ചതുരക്കള്ളികളാണ് എങ്ങും. വെയിലിന്റെ വീറിനെ തടയാൻ റബ്ബർ മരങ്ങളുടെ ചായ്പ് തന്നെ കൂട്ട്. എങ്കിലും ടിൻഷീറ്റിനാൽ മേൽക്കൂര ഒരുങ്ങിയിട്ടുണ്ട്. ചതുരക്കള്ളികൾ നന്നായി പൂശി പുറംപാതിരികൾ ഘടിപ്പിച്ച് പന്നിക്കുട്ടന്മാർക്കായി അതിർത്തി തീർത്തിട്ടുണ്ട്. കാലത്തിന്റെ ആവശ്യമാണ് പന്നികൾ. ഒരു ജൈവ ഫാക്ടറി പോലെ പ്രവർത്തിച്ച് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ യോഗ്യർ. ബേക്കൺ, ഹാം തുടങ്ങി പന്നിയിറച്ചിയിൽ നിന്ന് സൃഷ്ടിക്കാവുന്ന രുചികരമായ വിഭവങ്ങളും നല്ല ഇറച്ചിയും കൊഴുപ്പുമൊക്കെ പന്നികളുടെ സംഭാവനയാണ്. പന്നികളുടെ നീളം കൂടിയ രോമങ്ങൾ ബ്രഷ് നിർമ്മാണത്തിനും നീളം കുറഞ്ഞവ സീറ്റുകളും കുഷനും നിർമ്മിക്കുവാനും നല്ലതാണ്. കൃഷിയിടങ്ങൾ, ബ്രോയിലർ കടകൾ, അടുക്കളത്തോട്ടങ്ങൾ, ക്ഷീരോത്പാദന കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം പാഴായിപ്പോകുന്ന ഉൽപ്പന്നങ്ങളാണ് പന്നിക്കുട്ടന്മാരുടെ തീറ്റ. ഇത്രയും ലാഭം തരുന്ന മറ്റൊരു മേഖലയില്ല എന്ന സുനിശ്ചിതമായ അറിവാണ് കുഞ്ഞമ്മ ദാനിയലിനെ പന്നിക്കൃഷിയിലേക്ക് എത്തിച്ചത്. 6 മുതൽ 12 വരെ പന്നിക്കുട്ടന്മാർക്ക് പാർക്കാൻ കഴിയുന്ന കൂടുകളാണ് കുഞ്ഞമ്മ ഷാൻഡി വില്ലയിൽ തീർത്തത്. രാവിലെ ഞാൻ ഒരു 5:45 എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മണിയോടുകൂടി ഫാമിൽ പോകും. ഫാമിൽ പോയിട്ട് പന്നികളെ എല്ലാം കുളിപ്പിച്ച് കൂടൊക്കെ കഴുകി അതിന് മരുന്നൊക്കെ കൊടുത്തിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് ഒരു 9-9:30 ആകുമ്പോഴേ തിരിച്ച് കയറി വരുള്ളൂ. അതിന് ഉച്ചയ്ക്ക് പോയിട്ട് അതിന് കൂട്ടിൽ വെള്ളം ഒഴിക്കും, കുറച്ച് കുടിക്കാൻ വെള്ളവും കൊടുക്കും. പിന്നെ 4 മണിയാകുമ്പോഴും കൂട് കഴുകാൻ കൂടൊക്കെ ഒന്ന് കഴുകി പന്നിയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൂടൊക്കെ കഴുകിയിട്ട് കയറി വരും. രാത്രി ഒരു 11 മണിയോടുകൂടി ഇതിന് തീറ്റ ഇട്ട് കൊടുക്കും. തീറ്റ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ കഴിയുന്നുണ്ടെങ്കിൽ കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് കയറി വരും. ആ പന്നിയെ സംബന്ധിച്ച് ഒരു 70 കിലോ വെയിറ്റ് ആകുമ്പം അതിനെ പിന്നെ ക്രോസ് ചെയ്ത് പിന്നെ ഒരു 116 ദിവസം ആകുമ്പോൾ അത് പ്രസവിക്കുന്നു. 116 ദിവസം ആകുമ്പം പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-ാമത്തെ ദിവസം അയൺ ഇഞ്ചക്ഷൻ 1 ml എടുക്കും. പിന്നെ 18-ാമത്തെ ദിവസം 2 ml എടുക്കും. പന്നികളേറെയുണ്ടെങ്കിലും ഇവിടെ താരം ലാർജ് വൈറ്റ് യോർക്ക്ഷയർ തന്നെ. വെള്ള നിറമുള്ള ഇംഗ്ലണ്ടുകാരനാണ് ലാർജ് വൈറ്റ് യോർക്ക്ഷയർ. നീളത്തിൽ തൂങ്ങിക്കിടക്കുന്ന ചെവിയും ചെറുതലയും കഴുത്തും നീളം കൂടിയ ശരീരവുമൊക്കെ ചേർന്ന് ഒരു പ്രത്യേക അഴകുണ്ട് വൈറ്റ് യോർക്ക്ഷയറിന്. യോർക്ക്ഷയർ എന്നാൽ ഉയർന്ന തീറ്റ പരിവർത്തന ശേഷിയുള്ള പന്നികളാണ്. കേവലം 8 മാസം കൊണ്ട് തന്നെ 100 കിലോ തൂക്കമെത്താൻ തയ്യാർ. ലാർജ് വൈറ്റിന് കൂട്ടായി ലാൻഡ്രേസ് ഇനമുണ്ട്. ലാൻഡ്രേസും വെള്ള നിറമുള്ള പന്നികളാണ്. ലാർജ് വൈറ്റിൻ്റെ അത്രയും ഉടൽനീളമില്ലെങ്കിലും ലാൻഡ്രേസിന് ഉയർന്ന മാതൃഗുണമുണ്ട്. ഒറ്റപ്രസവത്തിൽ 8 മുതൽ 14 വരെ കുഞ്ഞുങ്ങളെ നൽകുവാൻ ലാൻഡ്രേസ് എപ്പോഴും തയ്യാർ. കൂട്ടത്തിൽ അമേരിക്കക്കാരൻ ഡ്യൂറോക്കിൻ്റെ സങ്കരമുണ്ട്. പ്രത്യേക രീതിയിലാണ് പന്നികളുടെ പ്രജനനം കുഞ്ഞമ്മ ദാനിയൽ ക്രമീകരിച്ചത്. ലാർജ് വൈറ്റും ലാൻഡ്രേസും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ 8 മുതൽ 9 മാസം വരെ വളർത്തി വലുതാക്കി അവയെ ഡ്യൂറോക്കുമായി ഇണചേർക്കും.
ഡ്യൂറോക്സ് സങ്കരവുമായി ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ 3-വേ ക്രോസ് കുഞ്ഞുങ്ങൾ എന്നാണ് അറിയപ്പെടുക. ഇവയിൽ ലാർജ് വെയ്റ്റിൻ്റെയും ലാൻഡ്രേസിൻ്റെയും ഗുണങ്ങളും ഒപ്പം അമേരിക്കൻ ഇറച്ചിപ്പന്നിയായ ഡ്യൂറോക്കിൻ്റെ ഗുണവും ഒപ്പമുണ്ടാകും. ചെറുപ്രായത്തിലെ തന്നെ നല്ല വളർച്ചയെത്താൻ സഹായകരമാണ് ഈ പ്രജനനം. ടെർമിനൽ ഇണയായ ഡ്യൂറോക്കുമായി ചേർന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ തന്നെ അറിയാം. പുറത്ത് ചെമ്പൻ വർണ്ണമോ ശ്യാമവർണ്ണമോ ചേർന്ന കറുപ്പ് പുള്ളികൾ പടരും. ടെർമിനൽ ഇണയായ ഡ്യൂറോക്സ് സങ്കരവുമായി ചേർന്ന കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുണ്ട്. ജനനഭാരം തന്നെ 1 മുതൽ 1.25 കിലോ വരെയുണ്ട്. കുഞ്ഞുപന്നികൾ തള്ളപ്പന്നിയുടെ അടിയിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയുണ്ട് ഷാൻഡിവില്ലയിൽ. അഥവാ ഒന്നെങ്കിലും അടിയിൽ പോയാൽ അവയെ മുകളിലെത്തിക്കുന്ന ജോലി കുഞ്ഞമ്മ തന്നെ ഏറ്റെടുക്കും. ഫലമോ തള്ളയുടെ പുറത്ത് വിശ്രമിക്കാനായിരിക്കും അവർ പഠിക്കുക. തള്ളയുടെ മുലക്കാമ്പുകൾ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ആശ്രയം. കന്നിപ്പാൽ നുകരുന്നത് മുതൽ വേർപിരിയാൻ പാകമാകുന്ന പ്രായം വരെ അവർ വളരുന്നത് ഈ മുലക്കാമ്പുകളെ ആശ്രയിച്ചാണ്. സമദൂരത്തിലും സമവലിപ്പത്തിലും ക്രമീകരിച്ചിരിക്കുന്ന മുലക്കാമ്പുകളാണ് പന്നിയുടെ അഴക്. അവിടെ പന്നിക്കുട്ടന്മാർ പാൽമധുരം നുകരാൻ മത്സര്യമേറ്റും. ഇടവപ്പാതി തിമിർത്തു പെയ്യുന്ന ഇക്കാലം പന്നിക്കുഞ്ഞുങ്ങളെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുവാൻ വൈദ്യുതി ബൾബിന്റെ താപമാണ് കൂട്ട്. രാവിലെ തന്നെ ഫാമിലെത്തുന്ന കുഞ്ഞമ്മയ്ക്ക് പന്നിക്കുട്ടന്മാർ ഓമനകളാണ്. അവറ്റകളുടെ കാര്യം നോക്കിയേ മറ്റെന്തുമുള്ളൂ. ഫാമിന്റെ പ്രവർത്തനങ്ങൾ കുഞ്ഞമ്മ വിശദീകരിച്ചു. സാധാരണ രീതിയിൽ ഒരു പന്നിക്ക് 5 മുതൽ ഒരു 18 കുഞ്ഞ് വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ 18 കുഞ്ഞുങ്ങളൊന്നും ശരിയാവില്ല. ഏകദേശം ഒരു ശരാശരി ഒരു 7-8 പന്നിക്കുഞ്ഞൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് നോക്കി കിട്ടും. അത് നന്നായിട്ട് നമ്മൾ പ്രയത്നിച്ചെങ്കിലേ അതിനെ കിട്ടുകയുള്ളൂ. പന്നി ദേഹത്ത് വീഴാം, പിന്നെ അത് അല്ലാതെ ഇതിനെ കടിച്ച് തിന്നും, കടിച്ച് കൊല്ലുമൊക്കെ ചെയ്യും. അതിനെ നമ്മളൊരു 10 ദിവസമെങ്കിലും നന്നായിട്ട് പരിചരിച്ചെങ്കിലേ അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരു പന്നിക്കുഞ്ഞിന് ഇപ്പോൾ 10 കിലോ ഉള്ളൊരു പന്നിക്കുഞ്ഞിന് 4000 രൂപ വിലയ്ക്കാണ് കുഞ്ഞുങ്ങളെ വിൽക്കുന്നത്. 2 മാസം 2.5 മാസം ആകുമ്പോൾ കുഞ്ഞുങ്ങളെ ഇവിടെ തീറ്റ തിന്ന് കുറച്ച് കഴിയുമ്പം കുഞ്ഞുങ്ങളെ വിൽക്കും. കൂടുതൽ ഇടുക്കി ജില്ലക്കാരെ, അങ്കമാലി അങ്ങനെയൊക്കെ ഉള്ളവരടുത്താണ്, കോട്ടയം അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് കൂടുതലും വരുന്നത്. വലിയ പന്നികളെ ഇറച്ചിക്ക് കൊടുക്കും. വലിയ പന്നികളെ ഇറച്ചിക്ക് കൊടുത്താൽ ഒരു 110 രൂപ 120 രൂപ നമുക്ക് റേറ്റ് ഇട്ട് കിട്ടും. പക്ഷേ സർക്കാരിൻ്റെ MBAയിലാണെങ്കിൽ 98 രൂപ 95, 98 ഇങ്ങനെ നിൽക്കും. അവർ വില തരാത്ത കാരണമാണ് നമുക്ക് ഇവിടെ പുറത്ത് കൊടുക്കേണ്ടി വരുന്നത്. തീറ്റക്രമം എന്ന് പറഞ്ഞാൽ അതിന് പ്രസവിച്ച പന്നികൾക്കാണെങ്കിൽ പുളിയരി, ഗോതമ്പ് ഇങ്ങനെയുള്ളതൊക്കെ വേവിച്ച് രാവിലെ കുറച്ച് കൊടുക്കും. പിന്നെ അല്ലാത്ത പന്നികൾക്കാണെങ്കിൽ രാത്രി വേസ്റ്റ് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. ഹോട്ടൽ വേസ്റ്റ് കൊണ്ട് കൊടുക്കും. ആണ്ടിൽ 2 പ്രസവമാണ് പന്നികൾക്കുള്ളത്. ആൺപന്നിയുടെ പ്രജനനശേഷി ദീർഘകാലം ഉപയോഗിക്കാം. മാസത്തിൽ 20 പ്രാവശ്യം വരെ ഇണ ചേർക്കാവുന്നവരാണ് മികച്ച ആൺപന്നികൾ. ഓരോ 21-ാം പക്കവും പെൺപന്നി മതിലക്ഷണങ്ങൾ കാണിക്കും. 2 മുതൽ 3 ദിവസം വരെ മതി നീളും. 2-ാം ദിവസം തന്നെ ഇണ ചേർക്കുന്നതാണ് നല്ലത്. പന്നികൾക്ക് തരാതരം പോലെയുള്ള തീറ്റയാണ് ഷാൻഡിവില്ലയിൽ. പന്നികളുടെ പ്രധാന ആഹാരം ഹോട്ടൽ വേസ്റ്റ് തന്നെ. ഹോട്ടൽ വേസ്റ്റ് മഞ്ഞൾപ്പൊടിയിട്ട് നന്നായി വേവിച്ചാണ് പന്നികൾക്ക് നൽകുക. രാത്രികാലത്താണ് ഇത് ഭക്ഷണമാക്കുക. പ്രസവിച്ച പന്നികൾക്കും ചെനയുള്ള മുതിർന്ന പന്നികൾക്കും പ്രത്യേക തീറ്റ കുഞ്ഞമ്മ വകയുണ്ട്. മുളപ്പിച്ച ഗോതമ്പ്, ചോറ് മഞ്ഞപ്പൊടിയുമായി ചേർത്ത് വേവിച്ചത്, പുളിയരിപ്പൊടി, ധാതുലവണ മിശ്രിതം ഇവയൊക്കെ ചേർന്നതാണ് ആ തീറ്റ. മുളപ്പിച്ച ഗോതമ്പും ചോറും പുളിയരിയും ചേർത്ത മിശ്രിതത്തിൽ ധാതുലവണ മിശ്രിതം മേമ്പൊടിയായി ചേരുന്നതോടെ തീറ്റ റെഡി. അത് തരാതരം പോലെ കൂട്ടിൽ വിളമ്പുവാനും കുഞ്ഞമ്മ തയ്യാർ. പന്നിക്കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിരക്ഷയുണ്ട്. അനീമിയ അഥവാ വിളർച്ച രോഗം നന്നായി ബാധിക്കുന്നവരാണ് പന്നിക്കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രസവിച്ച് 3-ാം പക്കവും 18-ാം പക്കവും അയൺ കുത്തിവെപ്പുണ്ട്. ഇരുമ്പ് സത്തടങ്ങിയ പ്രത്യേക മരുന്ന് ഇതിനായി വിപണിയിൽ കിട്ടും. അത് വാങ്ങി 1 മില്ലി വീതമാണ് കുത്തിവെപ്പ്. പന്നിക്കുട്ടന്മാർക്ക് കൃത്യമായ അളവിൽ അത്തരം കുത്തിവയ്പ്പുകൾ നൽകാൻ കുഞ്ഞമ്മ തയ്യാർ. പന്നിക്കുട്ടന്മാരിൽ ലാഭം തീരുമാനിക്കുന്ന മുഖ്യ ഘടകം തീറ്റയാണ്. നല്ല രീതിയിൽ ഹോട്ടൽ വേസ്റ്റും കൈത്തീറ്റയുമൊക്കെ നൽകുന്ന പന്നികൾ 8-ാം മാസം തന്നെ 80 കിലോ തൂക്കമെത്തും. പന്നിക്കുഞ്ഞുങ്ങളാണ് ഫാമിലെ പ്രധാന ആദായം. കുഞ്ഞുണ്ട് എന്ന് കേട്ടാൽ മതി, തനിയെ ആൾ എത്തിക്കൊള്ളും. അതുപോലെ തന്നെ പന്നിയുടെയും കാര്യം. വിപണിയുടെ താളവും പന്നിക്കൃഷിയിൽ 2 പതിറ്റാണ്ട് പിന്നിട്ട കുഞ്ഞമ്മയ്ക്ക് വിപണിയുടെ താളവും താളക്രമങ്ങളും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വിപണിയിലേക്ക് പോകാറില്ല. വിപണി ഇങ്ങോട്ട് വരികയുള്ളൂ.
പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഏതൊരു പന്നിഫാമിനെയും അലട്ടുന്ന മുഖ്യ പ്രശ്നം. അത്തരം പ്രശ്നങ്ങൾ ആദ്യമേ ശാന്തിവില്ലയിലുണ്ടായി. ക്രമേണ അത് ഒന്നൊന്നായി പരിഹരിച്ചു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയുമൊക്കെ സാക്ഷ്യപത്രങ്ങൾ കുഞ്ഞമ്മയ്ക്ക് ലഭിച്ചു. ഓരോ ഏജൻസിയുടെയും നിർദ്ദേശപ്രകാരം മാലിന്യ നിർമ്മാർജ്ജനത്തിനുതകുന്ന തന്ത്രങ്ങൾ കൂട്ടിൽ പ്രയോഗിച്ചു. അത്രമാത്രം. അതുകൊണ്ടുതന്നെ എല്ലാ ഗവൺമെന്റ് ഏജൻസികളുടെയും അംഗീകാരമുള്ള പന്നിഫാമാണ് ശാന്തിവില്ലയിലേത്. പന്നിയെ വളർത്തുന്നത് പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പൊല്യൂഷൻ കൺട്രോളിൻ്റെ ലൈസൻസ് വേണം. അവർ വന്ന് അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം അവർക്ക് കൊടുത്ത് അവർ വന്നിട്ട് നമുക്കത് വളർത്താൻ പറ്റുമെന്ന് അവർ അനുവാദം തന്നെങ്കിലേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അവർ തന്നതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ ലൈസൻസിന് കൊടുക്കും. പൊല്യൂഷൻ കിട്ടിയതിന് ശേഷം പഞ്ചായത്ത് ലൈസൻസിന് കൊടുക്കും. പഞ്ചായത്തുകാരുടെയും ഹെൽത്തുകാരുടെയും എല്ലാവരുടെയും പേപ്പർ വേണം. പേപ്പർ ഉണ്ടെങ്കിലേ ഇത് ഇപ്പം നടത്താൻ. ഇപ്പോൾ വളരെ പുതിയതായിട്ട് ഒരാൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ 17 വർഷമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട് ഞാൻ ഈ 17 വർഷമായിട്ട് ഇവിടെ നടത്തുന്നതാണ്. എനിക്ക് എല്ലാവിധ ലൈസൻസുകളോടും കൂടിയാണ് ഇത് നടത്തുന്നത്. പൊല്യൂഷൻ കൺട്രോളിൻ്റെ ലൈസൻസ്, പഞ്ചായത്ത് ലൈസൻസ്, സാനിറ്റേഷൻ, ഹെൽത്തുകാരുടെ സാനിറ്റേഷന് എല്ലാ പേപ്പറുകളും ഉണ്ട്. പന്നിക്കൂട് നിർമ്മിക്കുന്നവരെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ട് തറ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് പന്നി കുത്തിയിടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല 4 ഇഞ്ച് ഹോളോ ബ്രിക്സിൻ്റെ കട്ട വാങ്ങിയിട്ട് ഒരു 5 വരി പൊക്കത്തിൽ കെട്ടണം. 5 വരി പൊക്കത്തിൽ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളതിനെ നന്നായിട്ട് തേച്ചെടുക്കണം. തേച്ചെടുത്തില്ലെങ്കിൽ പന്നി കുത്തി ഇളക്കും. പിന്നെ ഒരു ഗേറ്റ് ഇട്ട് കൊടുത്ത് മേൽക്കൂര ഇട്ട് കഴിഞ്ഞാൽ അത്രയും മതി. കുളിപ്പിക്കുന്നത് നമ്മൾ ഓസ് പിടിച്ചിട്ട് അതിൻ്റെ ദേഹത്തെല്ലാം ഓസ് പിടിച്ച് തേച്ച് കുളിപ്പിക്കുകയൊന്നും വേണ്ട. നന്നായിട്ട് ഓസ് പിടിച്ച് കുളിപ്പിച്ചാൽ മതി. അത് ബയോഗ്യാസ് പ്ലാന്റ് വേണം. ഇത് വളർത്തുന്നവർ പ്രത്യേകിച്ച് ബയോഗ്യാസ് പ്ലാന്റ് വേണം. ഫാം കാണാനെത്തുന്ന അതിഥികൾക്ക് പന്നിയിറച്ചി നൽകി സൽക്കരിക്കുവാനും കുഞ്ഞമ്മ മറക്കാറില്ല. മറ്റൊന്നുമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വിശിഷ്ട ഭോജ്യമാണ് പന്നിയിറച്ചി. ഇത്രയധികം രുചികരമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരിറച്ചി ഇല്ലത്രേ. പന്നി പെരട്ടായിരുന്നു ഇത്തവണ പരീക്ഷിച്ചത്. നന്നായി നുറുക്കിയ പന്നിയിറച്ചി മഞ്ഞൾപ്പൊടി ചേർത്ത് കഴുകി മാറ്റിവെക്കും. തവിടെണ്ണ, തക്കാളി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾ, ഗരം മസാല, മുളകുപൊടി, വെളുത്തുള്ളി, സവാള, ഇഞ്ചി, കറിവേപ്പില ഇവയൊക്കെയാണ് കറിയുടെ ചേരുവകൾ. പെരട്ട് സ്വാദിഷ്ടമാകണമെങ്കിൽ തവിടെണ്ണ തന്നെ വേണം. പന്നിയിറച്ചിക്ക് ഏറ്റവും യോജിച്ച എണ്ണ തവിടെണ്ണയത്രേ. തവിടെണ്ണയിൽ പന്നിയിറച്ചി 20 മിനിറ്റോളം വേവിക്കും. അതേസമയം മറ്റൊരു പാനിൽ നുറുക്കിയ സവാള വരളുകയായി. മഞ്ഞപ്പൊടിയും ഇഞ്ചിയും ചേരുമ്പോൾ ആ പാചകത്തിന് സുഗന്ധമേറും. മുളകും കുരുമുളക് പൊടിയുമൊക്കെ ചേർന്ന മസാല തരാതരം പോലെ ചേർന്നാൽ പാചകം ചെയ്തെത്തുന്ന പന്നിയിറച്ചി നേരെ അതിലേക്ക് കൂട്ടുകയായി. കടുക് വറുത്തൊഴിച്ചാൽ പന്നിയിറച്ചി പെരട്ട് തയ്യാർ. ആരുടെയും വായിൽ കപ്പലോടിക്കാൻ പാകത്തിലുള്ള ഈ പാചകക്കൂട്ടിന്റെ ഘടന കുഞ്ഞമ്മ ദാനിയലിന്റെ സ്വന്തം. ഈ വിജയം യാദൃച്ഛികമല്ല. ആത്മസമർപ്പണത്തിൻ്റെ അവസാനിക്കാത്ത അധ്യായങ്ങളുണ്ടിതിൽ. ഒരു വനിതയുടെ ധീരമായ ഇച്ഛാശക്തിയുടെയും പ്രയത്നത്തിൻ്റെയും സാക്ഷാത്കാരം. നേരാം ഭാവുകങ്ങൾ.